ഉടുമ്പൻചോലയിൽ പ്രചാരണം ശക്തമാക്കി സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംഎൽഎയുമായ കെ ജയചന്ദ്രനാണ് ഉടുമ്പൻചോലയിലെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ 25 വർഷമായി സിപിഎമ്മിനെ കൈവിടാത്ത മണ്ഡലമാണ് ഉടുമ്പൻചോല. വികസന തുടർച്ചയുണ്ടാകുമെന്ന് കെ ജയചന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും CPM സ്ഥാനാർത്ഥികൾ സജീവമാവുകയാണ്, പര്യടനങ്ങൾ നടത്തുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഉടുമ്പൻചോല മണ്ഡലത്തിലാണ്. കെ ജയചന്ദ്രൻ 15 വർഷം MLA ആയിരുന്നു. അതിനുശേഷം മണിയാശൻ വന്നു. ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ജനങ്ങളുടെ ഒരു പിന്തുണയൊക്കെ എങ്ങനെയുണ്ട്? ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ എക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ്. ഇപ്പോഴും അത് തുടരുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിലൂടെ ജയിക്കും, യാതൊരു സംശയമില്ല. ഒരു സംശയമില്ല കാര്യത്തിൽ? ഇല്ല, യാതൊരു സംശയമില്ല. വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്, വ്യക്തമായ ജനപിന്തുണയുമുണ്ട്. ഈ കടകളിലൊക്കെ നിൽക്കുന്ന സാധാരണ കച്ചവടക്കാരും ഇതിൻ്റെ വരാന്തയിൽ നിൽക്കുന്ന ജനങ്ങളുമൊക്കെ ഞങ്ങൾ വരുമ്പോൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാണാൻ പാടില്ലേ? അത് തന്നെ ഇതിൻ്റെ ലക്ഷണമാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. എതിർ സ്ഥാനാർത്ഥികൾ ആരാന്ന് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ആരായാലും കുഴപ്പമില്ല. ആണേലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എതിരാളികൾ ആരെന്നുള്ളത് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഞങ്ങളുടെ ജനപിന്തുണ ഞങ്ങൾക്ക് ആവശ്യം. ഏത് എതിരാളി വന്നാലും അതിനെ നേരിടാനുള്ള ജനപിന്തുണ ഞങ്ങൾക്ക് ഇവിടെയുണ്ട്. സംഘടനാപരമായ കരുത്തുമുണ്ട്. MM മണിയുടെ പേരായിരുന്നു ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ അങ്ങ് വരുന്നു. അപ്പോൾ മണിയാശാന് ഒരു നീരസം ഉണ്ടാവുമോ? ഇല്ല, അദ്ദേഹത്തിന് നീരസത്തിൻ്റെ ഒരു പ്രശ്നമില്ല. അദ്ദേഹം തന്നെ അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. തന്നെയല്ല, ഞങ്ങളുടെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് പാർട്ടിയാണ്. അതെല്ലാവരും കൂടെ ചേർന്നാണ് പാർട്ടി എന്ന് പറയുന്നത്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഉടുമ്പൻചോല CPMന്റെ ഉറച്ച മണ്ഡലമാണ്. സീറ്റ് നിലനിർത്തുക എന്നത് അനിവാര്യമാണ്, അഭിമാന പോരാട്ടമാണ്. ഉടുമ്പൻചോലയിൽ നിന്നും പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്.